കുറ്റബോധവും പാപബോധവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണിത്. ചില ചെറുപ്പക്കാരെങ്കിലും കുറ്റബോധങ്ങൾ ഭയങ്കരമായി അലട്ടാറുണ്ട്. യൂദാസും പത്രോസും ഈശോയ്ക്കെതിരായി തെറ്റ് ചെയ്തവരാണ്. എന്നാൽ അതിലൊരാൾ വീണ്ടെടുക്കപ്പെട്ടു, ഒരാൾ നഷ്ടപ്പെട്ടു. എന്തായിരുന്നു അതിൻ്റെ കാരണം? ഇവിടെ ശരിക്കും കുറ്റബോധവും പാപബോധവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാനാവും. പത്രോസിനെ നയിച്ചത് പാപബോധമായിരുന്നു. താൻ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് അദ്ദേഹം പശ്ചാത്തപിച്ചു, ശരിയിലേക്ക് തിരികെ വന്നു. ഈശോയിലേക്ക് പത്രോസിന് തിരികെ വരുവാനായിട്ട് സാധിച്ചു. യൂദാസും താൻ ചെയ്തു പോയ കാര്യത്തെ ഓർത്ത് ദുഃഖിച്ചുവെങ്കിലും അവനിൽ നിറഞ്ഞു നിന്നത് കുറ്റബോധമാണ്. ആ കുറ്റബോധം മനസ്സിൽ നിറഞ്ഞു നിന്നത് നിരാശയിലേക്കും മാനസിക അസ്ഥിരതയിലേക്കും വഴിതെളിച്ചു. അങ്ങനെ അയാളുടെ ജീവിതം ഒരു മരക്കൊമ്പിൽ കൊണ്ടുപോയി അവസാനിപ്പിച്ചു. എന്നാൽ പത്രോസ് ആകട്ടെ ശരിയിലേക്ക് തിരിച്ചു വന്ന് കർത്താവിനാൽ ഈ സഭയുടെ തലവനായി മാറുകയാണ്. ആദ്യത്തെ മാർപ്പാപ്പ ആയി മാറി. ജീവിതങ്ങളിൽ പാപബോധം എന്നുള്ളത് ആരോഗ്യകരമായ പാപത്തെ നേരിടുന്ന അവസ്ഥയാണ്. എൻ്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കി ശരിയിലേക്ക് വരണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ശരിയെ മുറുകെ പുൽകുന്നതാണ്. കുറ്റബോധം എന്നുള്ളത് മുഖമുയർത്തി നോക്കാനാവാതെ കുനിഞ്ഞു മാത്രമിരുന്ന് എല്ലാവരിൽ നിന്ന് അകന്ന് ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്. നമ്മെ നയിക്കുന്നത് കുറ്റബോധമോ അതാ നമ്മെ നയിക്കുന്നത് കുറ്റബോധമോ അഥവാ പാപബോധമോ?